നല്ല ചൂടൻ ബിരിയാണി കുറച്ചെടുത്ത് ഇങ്ങനെ പ്ലേറ്റിലേക്ക് ഇട്ടിട്ടേ അതിൻ്റെ കൂടെ കുറച്ച് എരിവുള്ള അച്ചാറും പിന്നെ കുറച്ച് റൈത്തയും കൂടി അങ്ങ് ഇട്ടിട്ട് പിന്നെ സൈഡിലേക്ക് ഒരു പപ്പടവും കൂടെ അങ്ങനെ വെച്ച് നല്ലോണം കുഴച്ച് കഴിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി. എനിക്കിപ്പോൾ ബിരിയാണി കഴിക്കണം അല്ലേ? കുഴപ്പമില്ല, നമുക്ക് ബിരിയാണി കഴിക്കണമെന്ന് തോന്നുമ്പോഴേ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇൻസ്റ്റൻറ്റ് ബിരിയാണി കിറ്റാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത് സ്പോൺസേർഡൊന്നും അല്ല കേട്ടോ. ഞാൻ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ നിങ്ങൾക്കും കൂടെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന്. അല്ലാതെ ഇവരും ഞാനുമായിട്ട് യാതൊരു ടൈപ്പും ഇല്ല, ഇവരെനിക്ക് പൈസയും തരുന്നില്ല. ഫ്രീ ആയിട്ട് ഈ കോഹിനൂർ ബിരിയാണി കിറ്റിനെ അങ്ങ് പ്രൊമോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പോട്ടെന്നേ, എന്തായാലും നല്ല ഭക്ഷണം കിട്ടുന്ന കാര്യമല്ലേ. സംഭവം നല്ല കിഡുവാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ കിറ്റിൻ്റെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ റൈസുണ്ട്, ബാസ്മതി റൈസുണ്ട്, പിന്നെ മസാലക്കൂട്ടുണ്ട്. ഇതാണ് ഏറ്റവും ഒരു കിടിലൻ സംഭവം എന്ന് പറയുന്നത്. നമുക്ക് ഒട്ടും ഒരു പണിയില്ല എന്നുള്ളതാണ്. നമ്മൾ കുറച്ച് നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റിയിട്ട് ഈ ഒരു കൂട്ടങ്ങ് അതിലേക്ക് മിക്സ് ചെയ്താൽ മതി. നമ്മുടെ ഈ ബിരിയാണിയിലേക്കുള്ള മസാലക്കൂട്ട് റെഡിയായി കിട്ടും. 3 സ്റ്റെപ്പേ ഉള്ളൂ ഇതിന്. വളരെ സിമ്പിൾ സ്റ്റെപ്സാണ്. ഇത് നിങ്ങൾക്ക് നോൺ വെജിറ്റേറിയൻസിന് മീറ്റ് കൂട്ടിയിട്ടാക്കാം, അല്ലെങ്കിൽ വെജിറ്റേറിയൻസിന് വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടാവാം. ഇത് ഡ്രൈ മസാലയാണ്. ഇത് നമുക്ക് നമ്മുടെ അരി കഴുകി വെള്ളത്തിലിടുമല്ലോ, അപ്പോൾ ആ വെള്ളത്തിൽ, അതായത് അരി വേവിക്കുന്ന വെള്ളത്തിലേക്ക് ഇടാനുള്ള മസാലകളാണ്. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത്. അതങ്ങ് നോക്കി ചെയ്താലും മതി. ഇനി അഥവാ അതൊന്നും നോക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലെന്നേ, ഈ വീഡിയോ കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ഡ്രൈ മസാലകളെല്ലാം ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ ഒരു സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നല്ല രസമായിട്ട് ഇത് നല്ല സ്വാദോട് കൂടിയിട്ട് വെന്ത് കിട്ടും. നമുക്ക് ഈ അരി നമുക്കൊരു 3/4 ഭാഗം വേവിച്ചാൽ മതി കേട്ടോ. 3/4 വേവ് മതി. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. അതായത് ദമ്മൊന്നും നമ്മൾ ഇടുന്നില്ല. അതായത് ഈ ദമ്മിടുമ്പോൾ ഈ ഗോതമ്പ് മാവ് സൈഡിൽ കുഴച്ചിട്ട് ഒട്ടിച്ച് വെക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അങ്ങനെ അത്രയും മെനക്കെടിനൊന്നും നമ്മൾ പോകുന്നില്ല. നമ്മൾ വളരെ ഈസി ആയിട്ട് നല്ല ലേസി ആയിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള പച്ചക്കറികളെല്ലാം എടുത്തിരിക്കുന്നത്. ഏത് പച്ചക്കറി വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഉള്ളിയും തക്കാളിയും ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എല്ലാം ഇതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം അത് നന്നായിട്ട് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ സിമ്പിളായിട്ട് നമ്മുടെ ആ മസാലക്കൂട്ട് ഇതിലേക്ക് അങ്ങ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ മസാല റെഡിയാവും. കണ്ടില്ലേ? ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സംഗതി കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് ലക്നൗ ബിരിയാണിയാണ്. ഇവർക്ക് ഹൈദരാബാദി ബിരിയാണി ഉണ്ട്, അത് കുറച്ച് എരിവുള്ളതാണ്. അപ്പോൾ എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഹൈദരാബാദി ബിരിയാണി ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ ലക്നൗ ബിരിയാണിയാണ്. അതിൽ ടേസ്റ്റ് ഗംഭീര ടേസ്റ്റാണ്, പക്ഷേ എരിവൊന്നുമില്ല. ഓക്കെ, എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി പെപ്പർ പൗഡറോ കുരുമുളക്, പെപ്പർ പൗഡർ തന്നെയാണല്ലോ, കുരുമുളകല്ലേ, ഓക്കെ, മുളക് പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ അതേപടി തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. എന്തൊരു സ്മെല്ലാണെന്നറിയോ ഈ മസാലയ്ക്ക്. ഈ മസാലയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് വേണമെങ്കിൽ പൊറോട്ടയുടെ കൂടെയൊക്കെ യൂസ് ചെയ്യാം, കുറച്ച് ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാസ്മതി റൈസ് 3/4 ഭാഗം വേവിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ. അതിനി നമുക്കൊന്ന് ലെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ കുക്കറിൽ സിമ്പിളായിട്ട് ആദ്യം ചോറിൻ്റെ ലെയർ, അത് കഴിഞ്ഞിട്ട് ഈ അടിപൊളി മസാല ഉണ്ടല്ലോ, കണ്ടാൽ തന്നെ ഉണ്ടല്ലോ ഇത് തന്നെ കഴിക്കാൻ തോന്നും. ഓക്കെ, അപ്പോൾ ഈ മസാല ഇങ്ങനെ ഒരു ലെയർ ഈ മസാല കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് റൈസിൻ്റെ ലെയർ കൊടുക്കാം. അങ്ങനെ ലെയർ ആക്കി നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്യാവുന്നതാണ്.
ഓക്കെ, അപ്പോൾ നമ്മുടെ ലെയറിങ് കഴിഞ്ഞു. ഇനി നമുക്ക് സിമ്പിളായിട്ട് ഇത് അടച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു വിസിലുണ്ടല്ലോ അത് നമുക്ക് അങ്ങ് ഊരിയെടുക്കാം. അത് ഊരി മാറ്റിയതിന് ശേഷം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഓക്കെ, ആ സമയം കൊണ്ട് നമുക്കൊരു ചെറിയ സിമ്പിളായിട്ടുള്ള റൈത്ത റെഡിയാക്കാം. കുക്കുംബറാണ്, അതും പച്ചമുളകും കൂടി മാത്രം ഇട്ടിട്ടുള്ള റൈത്തയാണ് സിമ്പിളായിട്ടുള്ള. നല്ല കട്ടത്തൈരും കുറച്ച് ഉപ്പും കൂടി കൂട്ടിയിട്ട് റൈത്തതാ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ആ സമയമാഗതമായി നമ്മുടെ ബിരിയാണി ഇതാ തുറന്ന് നോക്കാം. എന്താ ഒരു സ്മെല്ല് വരുന്നതെന്നറിയോ? അമ്മ അപ്പുറത്തെ മുറിയിൽ നിന്ന് ഓടി വന്നിട്ട് പറഞ്ഞു നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. എന്താ അതിൻ്റെ ഒരു സ്മെല്ല്? ഇത് സംഭവം കിഡുവാണ്, ഞാൻ വെറുതെ പറയല്ല. നിങ്ങൾ നാട്ടിൽ കിട്ടുമെന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ പോകുമ്പോൾ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിക്കോളൂ, അല്ലെങ്കിൽ ഓൺലൈനിൽ ഓർഡർ ചെയ്യുമ്പോൾ ഒന്ന് അന്വേഷിച്ച് നോക്കിക്കോളൂ കോഹിനൂറിൻ്റെ ഈ പറഞ്ഞ ബിരിയാണി കിറ്റ് ഉണ്ടോ എന്നുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യിൽ കാഷ്യൂനട്ടും പിന്നെ കുറച്ച് ഉള്ളിയും കൂടെ വറുത്തെടുത്തത് ഇതിലേക്ക് മുകളിലേക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാണ്. നിങ്ങൾക്ക് കിഷ്മിഷൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇടാം കേട്ടോ, ആർഭാടമാക്കാം. ഞാൻ വളരെ സിമ്പിളാക്കി മടി പിടിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ബിരിയാണി പോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു രീതിയിൽ. ഓക്കെ, ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? ചൂടോട് കൂടിയിട്ട് ബിരിയാണിയുടെ ലെയറും മസാല ലെയറും റൈസും ഒക്കെ കൂടിയിട്ട് എടുത്ത് പ്ലേറ്റിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് വായിൽ വെള്ളം വന്നിട്ട് പോയാ. പിന്നെ കുറച്ച് അച്ചാർ. ഈ അച്ചാർ എന്താണെന്നറിയോ? ഇത് നമ്മുടെ മാങ്ങ ഇഞ്ചിയില്ലേ അത് വെച്ചിട്ടുള്ള അച്ചാറാണ് കേട്ടോ. അത് ഉഗ്രനാണ്. അത് ഏത് ബ്രാൻഡിൻ്റെ ആണെന്ന് ഞാൻ പിന്നെ കാണിച്ചു തരാവേ. ഇപ്പം നമ്മുടെ കോൺസെൻട്രേഷൻ നമ്മൾ ബിരിയാണിന്ന് കളയാൻ പാടില്ലല്ലോ. ഓക്കെ, ഇനി കുറച്ച് റൈത്തയും കൂടി നമുക്ക് ഇടാം. അങ്ങനെ ഞാൻ കുറച്ച് സ്ലോ മോഷനിൽ കാണിക്കുന്നത് ആ കൊതി അങ്ങ് നന്നായിട്ട് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഒരു പപ്പടവും കൂടി അതിൻ്റെ സൈഡിൽ വെച്ചിട്ട് ഇതെല്ലാം കൂട്ടി അങ്ങ് കുഴച്ച് കഴിച്ചാലുണ്ടല്ലോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓൺലൈനിലായിരിക്കും മിക്കവാറും കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ. പിന്നെ ഓൾ എന്നുള്ള ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്, എന്നാലേ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം ഒരു കിഡിലൻ റെസിപ്പിയുമായിട്ട്. അതുവരെ എല്ലാവരും സേഫായിരിക്കുക, വീട്ടിൽ തന്നെ മാക്സിമം ഇരിക്കുക. ബൈ.